ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ലൈവായിട്ട് വരാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇന്ന് റെൻറ്റ് കൺട്രോൾ ആക്ടിൽ ടെനൻറ്റിൻ്റെയും ലാൻഡ് ലോഡിൻ്റെയും, അതായത് കെട്ടിട ഉടമയുടെയും ടെനൻറ്റിൻ്റെയും അവകാശങ്ങൾ എന്തെല്ലാമാണ്, എന്താണ് ഈ റെൻറ്റ് കൺട്രോൾ ആക്ട്? റെൻറ്റ് കൺട്രോൾ ആക്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഏതാനും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മാത്രമുള്ള ഒരു നിയമമാണ്. ഈ റെൻറ്റ് കൺട്രോൾ ആക്ട് അതായത് ആദ്യം നിലവിൽ വന്നപ്പോൾ ഏതാനും പട്ടണങ്ങളിൽ, അതായത് മുനിസിപ്പാലിറ്റികളിൽ മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പല പഞ്ചായത്തുകളിലും ഇത് അഡോപ്റ്റ് ചെയ്തു. ഈ അഡോപ്റ്റ് ചെയ്തത് അതിൻ്റെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിലില്ലാത്ത പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഈ റെൻറ്റ് കൺട്രോൾ ആക്ട് അല്ല, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റാണ് നിലവിലുള്ളത്. ഇപ്പോൾ റെൻറ്റ് കൺട്രോൾ ആക്ട് നിലവിലുള്ളിടത്ത് നിങ്ങൾ എത്ര, അതായത് കെട്ടിട ഉടമകൾ എത്ര നാളത്തേക്ക് വാടക വെച്ചിട്ട് എഴുതിയാലും, അതായത് 11 മാസത്തേക്ക് എഴുതിയാലും 3 മാസത്തേക്ക് എഴുതിയാലും 5 വർഷത്തേക്ക് എഴുതിയാലും, ഒരു ടെനൻറ്റിനെ ഒഴിപ്പിക്കണമെങ്കിൽ ഈ റെൻറ്റ് കൺട്രോൾ ആക്ടിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ, അതായത് സെക്ഷൻ 11 ഏതാനും നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ടെനൻറ്റിനെ ഒഴിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം മാർഗത്തിലൂടെ ഒഴിപ്പിക്കാം. അതായത് വാടക കുടിശ്ശിക ഉണ്ടെങ്കിൽ, സ്വന്തം ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാടകക്കാരൻ ഈ കെട്ടിടം സബ്ലെറ്റ് ചെയ്താൽ, അതല്ലെങ്കിൽ കെട്ടിടം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാര്യമായ നാശനഷ്ടം ഈ കെട്ടിടത്തിൽ ഉണ്ടാക്കിയാൽ, അങ്ങനെ, അല്ലെങ്കിൽ ടെനൻറ്റിന് ഇതേപോലെ ഒരു കെട്ടിടം മറ്റൊന്ന് ഉണ്ടെങ്കിൽ, അതായത് ഈ ടെനൻറ്റിൻ്റെ ഉപയോഗത്തിന് പറ്റുന്ന ഒരു കെട്ടിടം മറ്റൊന്ന് ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഒരു കാരണമാണ്. ഈ ഏതാനും കാരണങ്ങൾ, അതായത് ഈ സെക്ഷൻ 11 എന്തെങ്കിലും കാരണങ്ങൾ കാണിക്കാതെ റെൻറ്റ് കൺട്രോൾ ആക്ട് ബാധകമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ടെനൻറ്റിനെ ഒഴിപ്പിക്കാൻ സാധ്യമല്ല. അതായത് പീരീഡ് കഴിഞ്ഞു, 11 മാസം കഴിഞ്ഞു, അത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 വർഷത്തേക്ക് എഴുതിയത് അത് കഴിഞ്ഞു, അതുകൊണ്ട് ഒഴിയണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ അത് കിട്ടുകയില്ല. അതിന് ഈ ഗ്രൗണ്ട്, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് പറയുകയും അത് തെളിയിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ടെനൻറ്റിനെ ഒഴിപ്പിക്കാൻ സാധ്യമാവുള്ളൂ. എന്നാൽ മറുവശത്ത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് നിലവിലുള്ള സ്ഥലത്ത് ഒരു കാരണവും കാണിക്കേണ്ട, പീരീഡ് കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഒഴിയണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് ഈ റെൻറ്റ് കൺട്രോൾ ആക്ട് ഈ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്റ്റും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ അവിടെ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ചാണെങ്കിൽ വാടക ലഭിക്കാനും ഒഴിപ്പിക്കാനുമുള്ള കേസ് കൊടുക്കണമെങ്കിൽ കോർട്ട് ഫീ അടയ്ക്കണം. അങ്ങനെ ചില, അതായത് സിവിൽ പ്രൊസീജിയർ കോഡാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ വളരെ സിമ്പിളാണ്. ഈ റെസ്ട്രിക്ഷൻ ഉണ്ട്, പക്ഷേ ഒരു അപ്പീലേ ഉള്ളൂ. മറ്റേ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് 2 അപ്പീലുണ്ട്. അതിന് ഓരോന്നിനും റിവിഷനും റിവ്യൂവും എല്ലാം ഉണ്ട്. ഇവിടെ ഒരു അപ്പീലും ഒരു റിവിഷൻ അത് ഹൈക്കോടതിയിലും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആണ്. പക്ഷേ ടെനൻസിന് കുറച്ച് പ്രൊട്ടക്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. കൊടുത്ത വാടക കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ 5 പ്രകാരം ഈ റെൻറ്റ് കൺട്രോൾ ആക്ട് കോടതിയിൽ തന്നെ നിങ്ങൾക്ക് പോയി കോടതിയെ മണി വാല്യൂയുടെ ഡിപ്രിസിയേഷൻ, ഈ കെട്ടിടം ഇരിക്കുന്ന സ്ഥലത്ത് മറ്റ് കെട്ടിടങ്ങളുടെ വാടക വളരെ കൂടുതലാണ്, ഇതെല്ലാം ബോധിപ്പിച്ചാൽ റെൻറ്റ് കൺട്രോൾ ആക്ട് കോടതി അത് പരിശോധിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി അതിന് തെളിവുകൾ, ആവശ്യത്തിനുള്ള തെളിവുകൾ ലാൻഡ് ലോഡ് തന്നെ കൊടുക്കണം. മനസ്സിലാക്കി ഒരു വാടക കൂട്ടി ഒരു ഉത്തരവ് ഇടുന്നതാണ്. അതിന് ഇത്ര ഇരട്ടിയെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോഴത്തെ ആ കെട്ടിടത്തിന് കിട്ടാവുന്ന റെൻ്റാണ് അപ്പോൾ നിശ്ചയിക്കുന്നത്. മറ്റൊരു കാര്യം, ഇങ്ങനെ കെട്ടിടം
കൊടുക്കുമ്പോൾ ന്യായമായിട്ട്, അതായത് വ്യക്തമായിട്ടൊരു വാടക ചീട്ട് എഴുതി കൈവശം വെക്കുന്നത് കെട്ടിട ഉടമയ്ക്ക് ആവശ്യമാണ്. ഹലോ. ആ അതെ, ഞാനൊരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിങ്ങളുടെ ഡൗട്ട് അതിനകത്ത് പറഞ്ഞാലും മതി, അതിനകത്തോട്ട് ഇട്ടായിരുന്നു യൂട്യൂബിൽ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മതി, അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി, മിക്കവാറും ലൈവ് കാണാം. അപ്പോൾ അത്രയാണ് കെട്ടിട ഉടമയുടെയും ടെനൻറ്റിൻ്റെയും അവകാശങ്ങൾ. എന്നാൽ ടെനൻറ്റിന് മറ്റു കുറേ അവകാശങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ചുമ്മാതെ ഒന്നും ഒഴിപ്പിക്കാൻ പറ്റുകയില്ല കെട്ടിട ഉടമയാണെന്നും പറഞ്ഞു. എന്നാൽ ഈ എന്തെങ്കിലും ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ന്യായമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഒഴിപ്പിച്ച് വിടാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ ടെനൻറ്റിൻ്റെ അവകാശമാണ് ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആക്സസറീസ്, അതായത് കറണ്ട്, വെള്ളം ഇതുവല്ലതും കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പൂട്ടിയിടുകയോ ഒക്കെ ചെയ്താൽ അക്കോമഡേഷൻ കൺട്രോളറെ പോയി ബന്ധപ്പെടുക. അതായത് അവിടെ ഒരു പരാതി കൊടുത്താൽ സെക്ഷൻ 13 സെക്ഷൻ 13 അനുസരിച്ച് ഒരു പരാതി കൊടുത്താൽ ആ പരാതി പ്രകാരം അക്കോമഡേഷൻ കൺട്രോളർക്ക് ഈ കെട്ടിട ഉടമയ്ക്കെതിരെ ഉത്തരവിടുകയും ആ കറണ്ട് കണക്ഷനോ എന്താണ് ഇത് ഫെസിലിറ്റീസ് എന്താണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് തിരിച്ച് വെപ്പിക്കാനും ഉള്ള റൈറ്റ് ഈ അക്കോമഡേഷൻ കൺട്രോളർക്ക് അതിനുള്ള അധികാരമുണ്ട്, ടെനൻറ്റിനുള്ള റൈറ്റുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ കെട്ടിട ഉടമയ്ക്ക് ചെയ്യാനുള്ള അവകാശമില്ല സെക്ഷൻ 13. അതുപോലെ അപ്പം സെക്ഷൻ 5 ഞാൻ പറഞ്ഞു, അതായത് വാടക കൂട്ടാൻ ഉള്ള അധികാരം സെക്ഷൻ 5 പ്രകാരം റെന്റ് കൺട്രോൾ കോടതിക്കാണ്. 11 പ്രകാരം വേണം ഒഴിപ്പിക്കാനായിട്ട്. എന്നാൽ ഈ കെട്ടിട ഉടമ വാടക റെസീറ്റ് കൊടുക്കുന്നില്ല, അത് കിട്ടാനായിട്ടുള്ള അവകാശം സെക്ഷൻ 9 പ്രകാരവും ഉണ്ട്. അത് കിട്ടുന്നില്ല എങ്കിൽ വാടക കൊടുക്കരുത്, അത് മണി ഓർഡറായിട്ട് വേണം അയക്കാൻ, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വെച്ച് വേണം അയക്കാൻ. അതല്ല എങ്കിൽ, ഇതൊന്നും നടക്കുന്നില്ല എങ്കിൽ സെക്ഷൻ 10 പ്രകാരം, 11 മുമ്പ് 10 പ്രകാരം ഇത് കോടതിയിൽ കെട്ടിവെക്കാനും ഉള്ള അവകാശം ടെനൻറ്റിനുണ്ട്. അല്ലാതെ റെസീറ്റ് ഇല്ലാതെ വാടക കൊടുത്തിട്ട് അവസാനം കെട്ടിട ഉടമ വാടക കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കൊടുക്കേണ്ടതായി വരും. പിന്നെ അല്ലെങ്കിൽ അതുപോലെ സ്ട്രോങ് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് ഒഴിഞ്ഞു പോകാൻ രക്ഷയുള്ളൂ. പലർക്കും അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. വളരെ വിശ്വാസത്തിൽ ഈ വാടക കൊടുക്കുകയും പിന്നീട് അവസാനം ഈ കെട്ടിട ഉടമ അല്ലെങ്കിൽ കെട്ടിട ഉടമ മരിച്ചു കഴിയുമ്പോൾ അനന്തരാവകാശികൾ ഈ വാടക ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് റെന്റ് കൺട്രോൾ ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ റെന്റ് കൺട്രോൾ ആക്ട് ഒരു വലിയ ഒരു കയറിപ്പോകാൻ മേലാത്ത ഒരു വലിയ പ്രതിബന്ധത ഒന്നുമല്ല. ഈ എങ്ങനെ വന്നാൽ റെന്റ് കൺട്രോൾ ആക്ട് ഇല്ലാത്ത സ്ഥലത്താണെങ്കിലും ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് 106 നോട്ടീസ് 106 സെക്ഷൻ പ്രകാരമുള്ള നോട്ടീസ് അയച്ച് കോടതിയിൽ കേസ് കൊടുത്താൽ മാത്രമേ ഈ ഇത് കിട്ടുകയുള്ളൂ. ഒരാളൊരു സംശയം ചോദിച്ചിട്ടുണ്ട്.
കാര്യമായ സംശയമൊന്നുമല്ല. അത് കോയക്കുട്ടി ഇടക്കാട്ട് സെഡിറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിലവിലുള്ള 11 മാസത്തെ വാടകക്കരാർ കഴിഞ്ഞാൽ പുതിയ കരാറിനായി സ്റ്റാമ്പ് പേപ്പർ വീണ്ടും കൊണ്ടുവരണോ എന്ന് അറിയണമായിരുന്നു. എത്ര മൂല്യമുള്ള സ്റ്റാമ്പ് പേപ്പർ വേണമെന്നും ദയവായി അറിയിക്കാമോ? അത് പുതുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒന്നാമത്തെ കാര്യം, പുതുക്കി തന്നില്ലെങ്കിൽ ടെനൻറ്റിനെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, കെട്ടിട ഉടമയ്ക്ക് യാതൊന്നും ചെയ്യാനില്ല. പിന്നെ കൃത്യമായ ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, കറക്റ്റായിട്ട് ഉള്ള സ്റ്റാമ്പ് പേപ്പർ തന്നെ പുതുക്കണമെങ്കിലും വേണം. പക്ഷെ അത് എഴുതിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. കാരണം ഈ ടെനൻറ്റ് ഈ 11 മാസം അല്ല ഏത് കാലാവധിയാണോ ആ കാലാവധി കഴിഞ്ഞിട്ട് മുമ്പോട്ടിരിക്കുമ്പോൾ ആ ടെനൻറ്റ് ബിക്കംസ് എ സ്റ്റാറ്റ്യൂട്ടറി ടെനൻറ്റ്. അതായത് നിയമപ്രകാരം നിയമത്തിൻ്റെ പരിരക്ഷയുള്ള ഒരു ടെനൻ്റായിട്ട് മാറും. അതല്ലാതെ ആ ടെനൻറ്റിന് ഓരോ പ്രാവശ്യവും വേറെ വാടകച്ചിട്ട് എഴുതണം എന്നില്ല. അതാണ് ആ ലീഗൽ പൊസിഷൻ. അതുകൊണ്ട് പിന്നെ എഴുതുകയാണെങ്കിൽ അത് വില കോടതിയിൽ എവിടെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 11 മാസത്തേക്കാണെങ്കിൽ 500 രൂപയും 11 മാസം, അതായത് 11 മാസം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ 12 മാസം കഴിഞ്ഞാൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ വിലകൾ നല്ല വ്യത്യാസമാണ് പിന്നീട് വരുന്നത്. അതുകൊണ്ട് 11 മാസത്തിന് മുകളിലോട്ട് എഴുതുകയാണെങ്കിൽ സ്റ്റാമ്പ് ഒന്നാമത് രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. അപ്പോൾ അതിനെപ്പറ്റി കാൽക്കുലേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടണ്ട. നേരെ രജിസ്ട്രാർ എടുത്ത് ഈ ഡീഡ് എഴുതി രജിസ്റ്റർ ചെയ്യുന്നിടത്ത് കൊടുത്താൽ മതി. അവർ കൃത്യമായ, കാരണം അത് കണക്ക് കൂട്ടാനൊരല്പം ബുദ്ധിമുട്ടുണ്ട് സാധാരണക്കാർക്ക്. കാരണം ആ സ്ഥലം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ വാല്യുവേഷൻ എടുത്തിട്ട് അതിനെ ബേസ് ചെയ്താണ് 5 വർഷവും 10 വർഷവും എല്ലാം ഉള്ള വാടക ചീട്ടിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്ക് കൂട്ടുന്നത്. അത് തന്നെത്താനെ കണക്ക് കൂട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 11 മാസത്തേക്കാണ് എഴുതുന്നെങ്കിൽ ഒന്നും നോക്കണ്ട, ഈ പറഞ്ഞ 500 രൂപ പത്രം മതി. അത് കഴിഞ്ഞിട്ടുള്ള ഡീഡിന് ഈ ഡീഡ് എവിടെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോടതികൾ വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ട്, ഈ സാധനം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എവിഡൻസിൽ എടുക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ വാടക ചീട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് ഇമ്പൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി എഴുതാവുള്ളൂ. അല്ലെങ്കിൽ ഇതുകൊണ്ട് അബദ്ധത്തിൽ എങ്ങാനും കോടതിയെ പ്രൊഡ്യൂസ് ചെയ്താൽ ഈ ഇമ്പൗണ്ട് ചെയ്യുന്ന എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എത്ര രൂപയാണോ കുറച്ചിരിക്കുന്നത് അതിൻ്റെ 10 ഇരട്ടി ഫൈൻ അടയ്ക്കണം. അതിൻ്റെ കൂടെ ഈ കുറച്ചിരിക്കുന്ന എമൗണ്ടും അടയ്ക്കണം. അതായത് 11 ഇരട്ടി രൂപ. 1 രൂപ കുറച്ചിട്ടുണ്ടെങ്കിൽ 11 രൂപ അടയ്ക്കണം. അതാണ് ഇമ്പൗണ്ടിങ്ങിൻ്റെ നിയമം. അതുകൊണ്ട് അതിൽ പോകാതെ എഴുതുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്റ്റാമ്പിൽ എഴുതുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു സംശയം കൂടെ വന്നിട്ടുണ്ട്. അല്ല, ഒരു 1 ഇയർ മുന്നേ ഒരു ലീസ് ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ട് ഫോർ പീരീഡ് ഓഫ് 5 years. 1 ഇയർ കഴിഞ്ഞപ്പോൾ അവർ ഷോപ്പ് മതിയാക്കി എന്ന് 4 ഇയർ പെൻഡിങ് ഉണ്ട്. എഗ്രിമെൻ്റ് അവസാനിക്കാൻ എങ്ങനെയാണ് എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രജിസ്ട്രേഷനിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ആ രജിസ്ട്രേഷൻ ഈ ലീസ് ഡീഡ് ക്യാൻസൽ ചെയ്യണം. പണ്ട് അതിന് റേറ്റ് ഓഫ് സ്റ്റാമ്പ് വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ 1000 രൂപ മതി. അതുകൊണ്ട് ആ രൂപ കൊടുത്ത് 2 കൂട്ടരും കൂടെ പോയി ഈ ഡീഡ് ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് ഒരു ബാധ്യതയായിട്ട് അവിടെ കാണിക്കും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അത് എന്നും അതൊരു ബാധ്യതയായിട്ട് കിടക്കും. അതൊരു ശല്യമാണ്. അതുകൊണ്ട് അത് നമ്മൾ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു
വാടകച്ചിട്ട് എഴുതാൻ പോകുമ്പോൾ പോലും ഈ ഒരു ബാധ്യത അവർ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി 1000 രൂപയേ ഉള്ളൂ, അത് അടച്ച് ഈ ലീസ് ഡീഡ് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാവുള്ളൂ. ഇതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ഡെപ്പോസിറ്റ് വാങ്ങി വെക്കുന്നത്. മറ്റു സംശയം അത് അദ്ദേഹം തന്നെയാണ് 27,000 രൂപയ്ക്കാണ് ഡീഡ് പ്രിപ്പയർ ചെയ്തത്. അതൊന്നും കുഴപ്പമില്ല. എത്ര രൂപയ്ക്കാണെങ്കിലും പ്രിപ്പയർ ചെയ്തെങ്കിലും ഇതിന് 2 വർഷം മുമ്പ് വരെ ആ അന്നത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നു ഇപ്പോൾ ക്യാൻസലേഷൻ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ 1000 രൂപയേ ഉള്ളൂ ഒരു ക്യാൻസലേഷന് വേണ്ടി. അപ്പോൾ 1000 രൂപ അവിടെ സ്റ്റാമ്പിൽ അവിടെ ഫീസ് അടച്ച് ഈ ലീസ് ഡീഡ് ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ ഈ എൻകംബറൻസിൽ എപ്പോഴും ഇത് കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ കെട്ടിടമുടമകളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഈ വാടക കിട്ടാനുള്ള അവകാശം, അത് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്ഷൻ 11 അനുസരിച്ച് 11(2)B അനുസരിച്ച് കേസിന് പോകാം. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെക്ഷൻ 12 ഇടാം. അതായത് ഈ വാടക നൽകിക്കൊണ്ട് മാത്രമേ ഈ ടെൻഡന് കേസ് നടത്തിക്കൊണ്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ആ വാടക നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനകത്ത് ഈ അപേക്ഷയ്ക്കകത്ത് ഇപ്പോൾ ഈ അരിയേഴ്സ് തരണമെന്നും മുമ്പോട്ട് തന്നുകൊണ്ടിരിക്കണമെന്നും കൂടെ അപേക്ഷ കാണണം. എങ്കിൽ മാത്രമേ ആ തന്നുകൊണ്ടിരിക്കാനുള്ള ഉത്തരവും കൂടെ ലഭിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം, ഈ നിലവിൽ ഇപ്പോൾ 200 രൂപ സ്റ്റാമ്പ് പേപ്പറിലാണ് എഴുതുന്നത്, അതിന് പ്രശ്നമുണ്ടോ? 200 രൂപ എഴുതിയാൽ 300 രൂപ കുറഞ്ഞിരിക്കും. കുറഞ്ഞിരുന്നാൽ അത് കോടതിയിൽ ഹാജരാക്കണമെങ്കിൽ 3300 രൂപയോളം അടയ്ക്കേണ്ടി വരും. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ അത് 11 മാസത്തിൽ താഴെയുള്ള വാടക ചീട്ടായിരിക്കണം. 11 മാസത്തിന് മുകളിലുള്ള വാടക ചീട്ടുകൾ ഈ 200 500 എഴുതിയാൽ പോലും അതിന് യാതൊരു വിലയും ഇല്ല എന്നാണ് കോടതികൾ പറഞ്ഞിരിക്കുന്നത്. അതായത് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഡീഡ് നോക്കാനേ പറ്റുകയില്ലെന്ന് ചില കോടതികൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറവേ ഉള്ളെങ്കിൽ അത് ഇമ്പൗണ്ട് ചെയ്ത് അത് നമുക്ക് തിരിച്ചെടുക്കാം. അതായത് 11 മാസത്തിൽ താഴെയുള്ള വാടക ചീട്ടുകൾ ഇപ്പോൾ എഴുതുകയാണെങ്കിൽ അത് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറഞ്ഞാൽ ഈ നഷ്ടമേ വരുള്ളൂ. ഈ 3300 രൂപയുടെ നഷ്ടമേ വരുള്ളൂ 200 രൂപ പേപ്പർ എഴുതിയാൽ. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടിയെ പറ്റിയുള്ള സംശയം. പക്ഷേ ഈ എഴുത്തുകാരോടോ മറ്റോ ചോദിച്ചാൽ അവർ 200 മതിയെന്ന് പറയും, അവരത് എഴുതും. പക്ഷേ നമ്മളൊരു കേസ് കൊടുക്കുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. ഈവൻ കോടതികൾ പറഞ്ഞിരിക്കുന്നത്, ഈവൻ ഒരു മുനിസിപ്പാലിറ്റിയിലോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഏതെങ്കിലും ഒരു ഓഫീസറുടെ മുമ്പിൽ ഈ വാടക ചീട്ട് ഹാജരാക്കുമ്പോൾ ഈ പ്രോപ്പർ സ്റ്റാമ്പ് ഇല്ലെങ്കിൽ ആ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ഇത് ഇമ്പൗണ്ടിങ്ങിന് അയക്കുക എന്ന് പറഞ്ഞാൽ കലക്ടറിന് അയക്കണം. കലക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കലക്ടറിൻ്റെ ഈ അധികാരം രജിസ്ട്രാർക്ക്, ഡിസ്ട്രിക്ട് രജിസ്ട്രാർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ അവർക്ക് എത്രയും സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടണമെന്നുള്ളതാണ്. അപ്പോൾ അവർ 10 ഇരട്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി അടിച്ച് കയറ്റും. ഇത് അടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി അനുസരിച്ച് സർക്കാരിന് ഇത് പിരിച്ചെടുക്കാൻ വരെ അധികാരമുണ്ട്. അതുകൊണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറവുള്ള ഡോക്യുമെൻറ്റുകൾ എഴുതാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും നല്ലത്. കറക്റ്റായിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ എഴുതുക, അതാണ് എപ്പോഴും നല്ലത്. പിന്നെ അടുത്തൊരു ചോദ്യം, ടെനൻറ്റ് ഈസ് നോട്ട് റെഡി ടു പേ റെൻറ്റ് ഫോർ ഓൾമോസ്റ്റ് 1 year. ഹി ഈസ് നോട്ട് വില്ലിംഗ് ടു ഗിവ് ദ മണി. വാടക ചോദിക്കുമ്പോൾ നിങ്ങൾ കേസായിട്ട് പൊക്കോ എന്നാണ് പറയുന്നത്. ടെനൻറ്റ് പാപ്പരാണെന്ന് കോർട്ടിൽ പ്രസ്താവിക്കുമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്.
എന്നാണ് പറയുന്നത്. കേസ് 4-5 കൊല്ലം നീണ്ടുപോകും എന്നാണ് പറയുന്നത്. അത് ശരിയാണ്, 4-5 കൊല്ലമൊന്നും നീണ്ടുപോകത്തില്ല. ഞാനീ പറയുന്നത് പോലെ വാടക കിട്ടുന്നില്ല എങ്കിൽ കേസ് കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് കേസ് കൊടുക്കാൻ അമാന്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അത് വാ- അത് കേസ് കൊടുക്കുക, അതിന് അതിൻ്റെ അടുത്ത നടപടി എടുക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ സെക്ഷൻ 12 പെറ്റീഷൻ ഇടുക. സെക്ഷൻ 12 പെറ്റീഷൻ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡീഡ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ 100 രൂപയും 200 രൂപയും എഴുതി വെച്ചിട്ട് കേസ് കൊടുക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ വാടക പ്രൂവ് ചെയ്യാൻ സാധനം കാണുകയില്ല. അപ്പോൾ പിന്നെ ഇത് തെളിയിക്കാനായിട്ട് മറ്റ് തെളിവുകൾ എടുക്കണം. അങ്ങനെ തെളിവെടുത്ത് തരാനല്ല സെക്ഷൻ 12 ഇരിക്കുന്നത്. സെക്ഷൻ 12 നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഡീഡുകളും കാര്യങ്ങളും കാണിച്ചാൽ മാത്രമേ സെക്ഷൻ 12 നിൽക്കുകയുള്ളൂ. ആ, തെളിവെടുത്തൊരു കാര്യം തീരുമാനത്തിലേക്ക് പോകണമെങ്കിൽ സെക്ഷൻ 11 ഉള്ളൂ. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് പേപ്പർ എഴുതണം എന്ന് ഞങ്ങൾ പറയുന്നത്. പക്ഷേ പലരും അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റേതായുള്ള ദൂഷ്യഫലങ്ങൾ ഈ പറഞ്ഞ പോലെ വരും. 5 വർഷത്തേക്ക് എഴുതി 1 വർഷം കഴിയുമ്പോൾ അയാൾ പറയാം, നിങ്ങൾ വേണേൽ കൊണ്ട് കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിൽ വേണം. അതില്ല എങ്കിലാണ് പ്രശ്നം. ആ പ്രോപ്പർ ഡീഡുണ്ട്, രജിസ്റ്റർ ഓഫീസ് ചെയ്തതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കേസ് കൊടുക്കണം. 4-5 വർഷം എടുക്കുമെന്ന് വിചാരിച്ച് 1 വർഷമായിട്ട് ഇത് നോക്കിയിരിക്കുകയാണ്, കേസ് നീളുമെന്നും പറഞ്ഞു. അപ്പോൾ 1 വർഷം വെറുതെ പോയി. ആ 1 വർഷം മുമ്പേ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനമായേനെ. ഒരു ദിവസം മുമ്പ് കേസ് കൊടുക്കുക, അല്ലാതെ പോലീസിലോ വേറെ എവിടെ കൊടുത്തിട്ടും യാതൊരു കാര്യവുമില്ല. പലരും കലക്ടറിന് കൊണ്ട് പരാതി കൊടുക്കുക, പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുക. ഈ പരാതിക്കകത്തൊക്കെ നമുക്ക് ദോഷകരമായിട്ടുള്ള പല എഴുത്തുകളും, അതായത് പല അഡ്മിഷനുകളും കാണും. ഇതൊന്നും ചെയ്യാതെ നേരെ കേസ് കൊടുക്കുക എന്ന് മാത്രമാണ് മാർഗം. ഇവരാരും ഒന്നും ചെയ്യത്തില്ല, അവർക്ക് ആർക്കും അതിനുള്ള അധികാരമില്ല. കാരണം പോലീസിന് ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. പക്ഷേ അവരും ഈ കേസ് എടുക്കും. പിന്നെ മറ്റവരെ വിളിപ്പിച്ചു, അവർ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെപ്പിച്ചു. ഒരു കാര്യവുമില്ല, ഒന്നും നടക്കുകയില്ല. വെറുതെ എഴുതി വെക്കാവുന്നേ ഉള്ളൂ. അവൻ അവസാനം പോയി ഒരു വക്കീലിനെ കാണും. അതോടുകൂടി അവൻ എന്താ ചെയ്യാൻ പോകുന്നു പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ വാങ്ങും. ബലമായിട്ട്, നിയമാനുസൃതമല്ലാതെ ബലമായിട്ട് എന്നെ ഈ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കരുത്, ഞാനിവിടെ ടെനൻ്റാണ്, ഇവർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ വളരെ പിടുത്തം ഒക്കെ ഉള്ളതാണ്, രാഷ്ട്രീയ ബലമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞൊരു ഇഞ്ചക്ഷൻ വരും. ഇഞ്ചക്ഷൻ വരുന്നതോടുകൂടി കെട്ടിട ഉടമ ആകെ വെപ്രാളത്തിലാവും. ഇനിയിപ്പോൾ എങ്ങനെയാണ് എൻ്റെ കെട്ടിടത്തിൽ ഞാൻ കയറരുതെന്നും പറഞ്ഞ് ഇഞ്ചക്ഷൻ വന്നാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ബലമായിട്ട് കയറരുതെന്നല്ലേ പറഞ്ഞോളൂ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള നിയമ നടപടി എടുത്ത് കയറുന്നതിന് അത് തടസ്സമല്ല. സത്യം പറഞ്ഞാൽ ആ ഇഞ്ചക്ഷൻ്റെ പുറകെ പോകേണ്ട കാര്യം തന്നെയില്ല. അപ്പോഴേ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള നടപടി, അതായത് റെൻ്റ് കൺട്രോൾ ബാധകമായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ സെക്ഷൻ 11 പ്രകാരവും, റെൻ്റ് കൺട്രോൾ ബാധകമല്ലാത്ത സ്ഥലത്ത് സെക്ഷൻ 106 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് നടപടികൾ എടുക്കുക. എന്നിട്ട് ഈ നടപടി എടുത്തിട്ടുണ്ടെന്ന് മറ്റേ ഇഞ്ചക്ഷൻ കോടതിയിൽ കാണിച്ചാൽ, ആ കോടതിയിൽ ആ കേസിനകത്ത് ഹാജരായി കാണിച്ചാൽ മതി. അപ്പോൾ തന്നെ ആ കേസ് പിന്നെ അതിനകത്ത് യാതൊരു സ്കോപ്പും ഇല്ലാതെയാവും. നിയമാനുസൃതമല്ലാതെ നിയമ നടപടിയല്ല, ബലമായിട്ട് അനധികൃതമായിട്ട് ഇവനെ ഒഴിപ്പിക്കരുതെന്നേ ഉള്ളൂ ഇഞ്ചക്ഷൻ. അതിന് ഞാൻ പോകുന്നില്ല. ഞാനിവിടെ വേറെ നടപടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല. അപ്പം ഇതിന് പോകാതെ ഈ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പുറകെയും ഒക്കെ നടക്കുന്നതാണ് അവസാനം കുഴപ്പത്തിലായി. ഈ രാഷ്ട്രീയക്കാരുടെ പുറകെ പോയാൽ അവർ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ്, ഇപ്പം 50,000 രൂപ വാടക ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇപ്പം ഒരു 20,000 വെച്ച് കൊടുക്കുക, എന്നിട്ട് നിങ്ങളെ കൊണ്ട് അത് എഴുതിപ്പിക്കും. പിന്നെ ഒരു കോടതി ചെല്ലുമ്പോൾ ഈ സാധനം അവർ പൊക്കിക്കൊണ്ട് വരും. അപ്പം ഒരു കാരണവശാലും അങ്ങനത്തെ എളുപ്പപ്പണിയാണെന്ന് വിചാരിച്ച് പോകണ്ട. ഒരിക്കലും അതിന് തീരുകയില്ല. ടെനൻ്റ് ഒരു കാരണവശാലും അങ്ങനെ ഒഴിഞ്ഞു പോവുകയില്ല. അത് പിന്നെ നിങ്ങളുടെ സമയം കുറച്ചുകൂടെ പോകുമെന്നും നിങ്ങൾക്ക് കുറച്ച് നഷ്ടം കൂടെ വരും, അതായത് കെട്ടിടമുണ്ടെങ്കിൽ കുറച്ച് നഷ്ടം കൂടെ വരുമെന്നുള്ളതല്ലാതെ യാതൊന്നും ഈ എളുപ്പപ്പണിക്ക് പോയാൽ
സംഭവിക്കില്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവസാനം കേസ് കൊടുത്ത് വേണം ഒഴിപ്പിക്കാൻ. അപ്പോൾ ഇവനൊരു 3-4 കൊല്ലം കൂടെ അവിടെ ഇരിക്കാൻ കിട്ടും. അത് കഴിഞ്ഞിട്ടായിരിക്കും കേസ് കൊടുക്കുന്നത്. ഈ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ താമസം എടുക്കും. താമസം ഈ റെൻ്റ് കൺട്രോൾ മാറ്റേഴ്സിന് മാത്രമല്ല, നമ്മുടെ കോടതികളിൽ വളരെയധികം കേസുകൾ വന്ന് ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ്. ആ, അത് അത് കാരണമാണ് കോടതിയിൽ തീരാത്തത്. അതിൻ്റെ കാരണം എന്ത് കള്ളത്തരവും പറയുന്നതിന് കുഴപ്പമില്ല. ഇവിടെ കോടതിയിൽ ഒരു കള്ള അഫിഡവിറ്റ് ഇട്ടായി അവർക്ക് യാതൊരു ശിക്ഷയുമില്ല. ആ ശിക്ഷയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ കോടതികൾക്ക് അത് അനുസരിച്ച് പോകാൻ മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കള്ളത്തരം കോടതിയിൽ പറയാൻ ഇവിടെ ഒരു മടിയുമില്ലാതെ ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഡോക്കറ്റ് എക്സ്പ്ലോഷൻ എന്നാണ് ഇവർ പറയുന്നത്. അതായത് കേസുകൾ ഇങ്ങനെ അനന്തമായിട്ട് കൂടി വരികയാണ്. ഒരു ഒരു ജഡ്ജിയെ കൊണ്ട് തീരുമാനിക്കാൻ പറ്റുകയില്ലാത്ത പോലെ ഉള്ള കേസുകളാണ് കോടതി വരുന്നത്. അത് ഒരാളെ കൊണ്ട് ചെയ്യാവുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളെ കൊണ്ട് 10 എണ്ണം ചെയ്യാമെങ്കിൽ ഒരു 12 എണ്ണം വന്നാൽ അദ്ദേഹം എങ്ങനെയെങ്കിലും ചെയ്യും. പക്ഷെ 150 എണ്ണം വന്നാൽ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ മാറ്റി വെക്കും. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കേസ് 3-4 കൊല്ലം എടുക്കുന്നത്. പിന്നീട് വരുന്നത് അതിലും താമസിച്ചെന്ന് വരാം. ഇങ്ങനെ താമസിക്കും. അതിന് നമുക്ക് ഒന്നും ചെയ്യാവുന്ന കാര്യമല്ല. അത് റെൻ്റ് കൺട്രോൾ മാറ്ററിൻ്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മുഴുവൻ കേസുകളും എല്ലാ കോടതികളിലും അത് ഒരു മാറ്റവുമില്ലാതെ താഴെ മുതൽ അങ്ങ് സുപ്രീം കോടതി വരെയുള്ള കേസുകൾ ലക്ഷക്കണക്കിന് കെട്ടിക്കിടക്കുകയാണ്. അത് തീർന്നു വരും എന്ന് പറയാനല്ലാതെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, സ്വന്തം ആവശ്യത്തിന് വേണമെങ്കിലും ഒഴിപ്പിക്കാം. നിങ്ങൾക്ക് സ്വന്തം ആവശ്യമുണ്ടെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യണം, അല്ലാതെ ഒഴിപ്പിക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലെ മക്കൾക്കോ മറ്റോ അവകാശമുണ്ട്, ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിച്ചാൽ അത് കോടതി അനുവദിച്ച് തരും. അതല്ലെങ്കിൽ മറ്റൊരു ഗ്രൗണ്ടാണ് സബ്ലെറ്റിംഗ്. ഈ സബ്ലെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ കെട്ടിടം നമ്മൾ കൊടുത്തിരിക്കുന്ന ആൾ മറ്റൊരാൾക്ക് വാടക കൊടുത്തിരിക്കുന്നു. അയാളെ അവിടെ കയറ്റി ജോലിക്ക് ഇരുത്തിയാൽ വരികയില്ല. പക്ഷേ അയാളെ അവിടെ കയറ്റി ഒരു പൂർണ്ണമായിട്ട് ഒരു ഈവൻ മുഴുവൻ കൊടുക്കണമെന്നില്ല, ഒരു ഭാഗം കൊടുത്താൽ പോലും അയാളെ ഒഴിപ്പിക്കാം, മുഴുവനായിട്ട് ഒഴിപ്പിക്കാം. അയാൾ കൊടുത്ത ഭാഗവും മുഴുവനുമായിട്ട് ഒഴിപ്പിക്കാം. പക്ഷേ അതിന് 1 മാസത്തെ നോട്ടീസ് കമ്പൽസറിയാണ്. നോട്ടീസ് കൊടുത്ത് ഈ 1 മാസത്തിനുള്ളിൽ മറ്റയാളെ ഒഴിപ്പിക്കാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ മാത്രമേ ഈ സബ്ലെറ്റിംഗ് പ്രകാരം ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ കെട്ടിടോടമ ആ കെട്ടിടത്തിൽ തന്നെ മറ്റൊരു ഭാഗം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ അക്കോമഡേഷൻ എന്നും പറഞ്ഞൊരു സ്വന്തം ആവശ്യമല്ലാതെ ഒരു ഗ്രൗണ്ടുണ്ട്. സ്വന്തം ആവശ്യമാണെങ്കിൽ അതിനകത്തൊരു കാര്യം മറ്റ് കെട്ടിടങ്ങൾ സ്വന്തമായിട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് സ്വന്തമായിട്ട് വേണം. സ്വന്തമായിട്ടൊരു ഭാഗം ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗം കൂടുതൽ ഉപയോഗത്തിനായിട്ട് കെട്ടിട ഉടമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ മുറി വിട്ട് കിട്ടാൻ ഈ കെട്ടിട ഉടമയ്ക്ക് അവകാശമുണ്ട്. അതുപോലെ ടെനൻറ്റിന് മറ്റൊരു കെട്ടിടം ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നടത്താൻ പറ്റിയ ഒരു കെട്ടിടം ടെനൻറ്റിന് ആ പ്രദേശത്ത് തന്നെ ഉണ്ടെങ്കിൽ കെട്ടിട ഉടമയ്ക്ക് തൻ്റെ മുറി തിരിച്ചു കിട്ടാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം തെളിവ് കോടതിയിൽ ഹാജരാക്കേണ്ടത് കേസ് കൊടുക്കുന്നയാളുടെ ഉത്തരവാദിത്തമാണ്. വാടക കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2 റെമഡിയാണുള്ളത്. ഒന്ന് അവനെ ഒഴിപ്പിക്കാം, മറ്റൊന്ന് ഈ വാടക വാങ്ങിയെടുക്കാനായിട്ട് സിവിൽ കേസ് കൊടുക്കുക. അത് കോർട്ട് ഫീ അടയണം. കോർട്ട് ഫീ അടച്ച് സിവിൽ കേസ് കൊടുത്ത് അയാളുടെ പ്രോപ്പർട്ടിയിൽ ജപ്തി ചെയ്ത് ഈ കാര്യം മേടിച്ചെടുക്കാം. പക്ഷേ ആ കേസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവർക്ക് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ കേസ് ജയിക്കാവുന്നേ ഉള്ളൂ, ഈ രൂപ കിട്ടുകയില്ല. പിന്നെ കിട്ടാൻ വഴിയുണ്ട്. ഇയാളെ പിടിച്ച് ജയിലിലിടുക, അയാൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് രൂപ കിട്ടുകയില്ല. അപ്പോൾ കെട്ടിടോടമയോട് പറയാനുള്ളത് ന്യായമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഒരു നല്ല ഡീഡ്, അതായത്
ഒരു നല്ല വക്കീലിനെ കൊണ്ട് തന്നെ എഴുതിച്ച് ഒരു ഡീഡ് നിങ്ങൾ കൈവശം വെക്കണം. അതിൻ്റെ ഒറിജിനൽ നിങ്ങളാണ് കൈവശം വെക്കേണ്ടത്. അതല്ല മറ്റേ ടെനൻറ്റിനും അത് ആവശ്യമുണ്ട് എന്ന് വരികയാണെങ്കിൽ 11 മാസത്തേക്കാണെങ്കിൽ 500 രൂപ പത്രത്തിൽ, അല്ല അതിൽ കൂടുതലാണെങ്കിലും അത് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണമല്ലോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിന് ഒരു 500 രൂപ പത്രം കൂടെ വെച്ചാൽ മതി. ആ രണ്ട് പേപ്പറിനും ഒരേ വിലയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പത്രത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് 500 രൂപ പത്രം കൂടെ മതി. പക്ഷേ ആ 500 രൂപ പത്രയ്ക്ക് മറ്റേതിന് 25,000 രൂപയുടെ പത്രമാണെങ്കിൽ അതേ വില തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കെട്ടിടuടമ സൂക്ഷിക്കേണ്ടതാണ്. കാരണം അവസാനം ഇത് ആവശ്യം വരുന്നത് കെട്ടിടuടമയ്ക്കാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി എടുക്കേണ്ടത് ടെനൻ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് കൈവശം വെക്കുമെന്ന് പറഞ്ഞാൽ വെച്ചു. അപ്പോൾ ഒരു 500 രൂപ പത്രത്തിലും കൂടെ എഴുതിയിട്ട് കൈവശം വെക്കേണ്ടതാണ്. കാരണം ഈ അവസാനം ഈ കെട്ടിടം ഒഴിപ്പിക്കാനോ വാടക കിട്ടുന്നില്ലെന്ന് പറയാനോ ഒക്കെ ആവശ്യം വരുന്നത് കെട്ടിടuടമയ്ക്കാണ്. അതുകൊണ്ട് കെട്ടിട ഉടമയുടെ കയ്യിൽ ഒരു പ്രോപ്പറായിട്ടൊരു ഡോക്യുമെൻ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കാതെ ഒരു 500 രൂപ പത്രത്തിലുള്ള ഡോക്യുമെൻ്റ് കെട്ടിട ഉടമയുടെ കയ്യിലിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ തന്നെത്താനുള്ള നോട്ടീസ് അയക്കൽ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിയമം അതുപോലെ അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ അഡ്മിഷൻ ഒന്നും കൂടുതൽ കഥയൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ഞാൻ പലത് കണ്ടിട്ടുണ്ട്. എഴുതി അവരുടെ ലക്ഷ്യം മുഴുവൻ ഇതിനകത്ത് എഴുതും. അപ്പോൾ പല അഡ്മിഷനുകളും പല സമ്മതങ്ങളും ഇതിനകത്ത് വരും. അങ്ങനെയൊന്നും വരാതെ നല്ലൊരു വക്കീലിനെ കണ്ട് നോട്ടീസ് അയക്കുകയും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്നതാണ് നല്ലത്. ഈ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെല്ലാം ഉത്തരം കോടതി ഒന്ന് പറയേണ്ടി വരും. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെത്താനുള്ള നോട്ടീസ് അയക്കൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തേക്ക് പറയാനുള്ളത്. ടെനൻ്റ് പാപ്പരായി പോയാൽ ഒന്നും കിട്ടുകയില്ല, അത് ശരിയാണ്. കാരണം പാപ്പരായി പോയി കഴിഞ്ഞാൽ അയാളുടെ ടോട്ടൽ പ്രോപ്പർട്ടി എടുത്ത് ഡിവൈഡ് ചെയ്ത് പിന്നെ അത് പ്രോപ്പർ സൂട്ടിലേക്ക് പോകും. പക്ഷേ നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. പ്രോപ്പർ ഡീഡുണ്ട്. ടെനൻ്റ് പാപ്പരാണെന്ന് ഡിക്ലെയർ ചെയ്താൽ കേസായിട്ട് പോയാലും പെൻഡിങ് എമൗണ്ട് ഒന്നും കിട്ടുകയില്ല എന്നാണ് പറഞ്ഞത്. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ട്. പാപ്പരായാൽ സത്യമുണ്ട്. പക്ഷെ പാപ്പരാവെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട. അയാൾ പാപ്പരൊന്നും ആകത്തില്ല. സാധാരണ രീതിയിൽ അങ്ങനെ പാപ്പരാകുന്നവരങ്ങനെ പറയാറില്ല. പാപ്പരാകാനാണെങ്കിൽ അവർ ഒറ്റ രാത്രി കൊണ്ട് അവർ പാപ്പരായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ഒറ്റ ആൾക്കും കാശ് കൊടുക്കില്ല. ഇത് നിങ്ങളെ പേടിപ്പിച്ച് നിങ്ങൾ ആ കേസ് കൊടുക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ഉന്തിത്തള്ളി വിടാനായിട്ടൊരു നമ്പറാണ്. കേസ് കൊടുത്തില്ലേ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പം കേസ് കൊടുക്കുക. സെക്ഷൻ ഇപ്പം ഈ പറഞ്ഞ 5 വർഷത്തേക്കായതുകൊണ്ട് 1 വർഷത്തേക്കായതുകൊണ്ട് സ്വന്തം ആവശ്യം ചോദിക്കാൻ പറ്റുകയില്ല. കാരണം ഈ കൂടുതൽ നാളത്തേക്ക് കൊടുത്താൽ ആ കാലഘട്ടത്തിനുള്ളിൽ സ്വന്തം ആവശ്യം ചോദിക്കാൻ പറ്റുകയില്ല. പക്ഷേ അരിയേഴ്സ് ഓഫ് റെൻറ്റ് ചോദിക്കാം, സബ്ലെറ്റിംഗ് ഉണ്ടെങ്കിൽ ചോദിക്കാം, കെട്ടിടം നശിപ്പിച്ചാൽ ചോദിക്കാം. ഇത് ഈ അവകാശങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല. പക്ഷേ കൂടുതൽ കാലത്തേക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ ആ കാലഘട്ടം കഴിഞ്ഞ് മാത്രമേ സ്വന്തം ആവശ്യത്തിന് ചോദിക്കാൻ പറ്റുള്ളൂ. അതാണ് സെക്ഷൻ 9 പറയുന്നത്. 9 സെക്ഷൻ 11(9) പറയുന്നത് ആ പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ ആ ടെനൻറ്റിനെ ഒഴിപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ കേസിൽ സ്വന്തം ആവശ്യം ചോദിക്കാൻ പറ്റില്ല. പക്ഷേ അരിയേഴ്സിന് ചോദിച്ചിട്ട് കേസ് കൊടുക്കുക. അതുപോലെ പ്രോപ്പർ ഡീഡ് ഉള്ളത് കൊണ്ട് അതിൻ്റെ സെക്ഷൻ 12 പെറ്റീഷൻ ഇടാം. സെക്ഷൻ 12 പെറ്റീഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ കോടതി ഫൈനൽ ഒറിജിനൽ 11 കേൾക്കുന്നതിന് മുമ്പ് 12, അതായത് ഈ വാടക അടച്ചുകൊണ്ട് മാത്രമേ കേസ് നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ ഗ്രൗണ്ട്, അതായത് ആ സെക്ഷൻ ഉപയോഗിച്ച് അത് ആദ്യം തീർക്കണമെന്നാണ് ഹൈക്കോടതികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം തീർക്കും. അത് ആദ്യം തീർക്കുമ്പോൾ അപ്പോൾ തന്നെ കെട്ടിടം ഒഴിഞ്ഞു കിട്ടും. പിന്നെ അതിന് അപ്പീലൊന്നും വലിയ പ്രസക്തി ഇല്ലാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ കേസ് പോയിട്ട് ആ സെക്ഷൻ 11 അനുസരിച്ച് കേസ് പോയിട്ട് സെക്ഷൻ 12 പെറ്റീഷൻ ഇവരുടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന പുറകെ നിങ്ങളുടെ കയ്യിലെ ഡീഡും ഹാജരാക്കിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ
ആ കെട്ടിടം ഒഴിയാനുള്ള ഉത്തരവ് കിട്ടി. ഈ പറയുന്ന 4 വർഷമൊന്നും എടുക്കില്ല, അങ്ങേയറ്റം പോയ 1-1.5 വർഷം എടുക്കും. അദ്ദേഹം തന്നെ ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. അതായത് കേസായിട്ട് പോയാലും സ്വന്തം ആവശ്യത്തിന് ബിൽഡിംഗ് തിരിച്ചു കിട്ടാൻ പറ്റുമോ? കേസ് നടക്കുന്ന കാലഘട്ടത്തിൽ ഓൺ യൂസ് ബിസിനസ് ചെയ്യാൻ. ഏഹ്, അത് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, 5 വർഷത്തെ കെട്ടിടം ഡീഡ് എഴുതിയിരിക്കുന്നതാണ്. അതിനുള്ളിൽ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിന് ഈ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്വന്തം ആവശ്യം ചോദിക്കാൻ പറ്റുകയില്ല. പക്ഷേ അരിയേഴ്സ് ഓഫ് റെന്റ് ചോദിക്കാം. ആ അരിയേഴ്സ് ഓഫ് റെന്റ് ചോദിച്ചിട്ട് അത് ആ വാടക അതനുസരിച്ച് സെക്ഷൻ 12 പെറ്റീഷൻ വിട്ട് കഴിഞ്ഞാൽ ആ വാടക കിട്ടും. പക്ഷെ ഒഴിപ്പിക്കാനായിട്ട് സ്വന്തം ആവശ്യം ഈ 5 വർഷത്തിനുള്ളിൽ ചോദിക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. വ്യക്തികൾ ഫാമിലീസ് ആകാമോ? സാക്ഷികളാണ്. സാക്ഷികൾ ഫാമിലീസ് ആകാതിരിക്കുന്നതാണ്. സാക്ഷി ഫാമിലിയിലുള്ള ആളെ തന്നെ ആക്കാവോ എന്നുള്ളതാണ് ആളുടെ ചോദ്യം. സാക്ഷി ഫാമിലിയിലാക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു ഇൻഡിപെൻഡൻ്റ് സാക്ഷിയാണ് എപ്പോഴും നല്ലത്. അല്ലാതെ നമുക്ക് നമ്മുടെ ഭാഗം മാത്രം പറയുന്ന ഒരു സാക്ഷി അത്ര നല്ലതല്ല. കോടതികൾ അവരെ ഇൻഡിപെൻഡൻറ്റ് സാക്ഷിയായിട്ട് കണക്ക് കൂട്ടിയില്ല എന്ന് വരും. അല്ലാത്ത സാക്ഷികളെ കിട്ടുമല്ലോ. ആരെങ്കിലും ഒരു രണ്ടുപേരുമായിട്ട് ബന്ധമില്ലാത്ത 2 പേരെയാണ് എപ്പോഴും സാക്ഷികളായിട്ട് വെക്കാൻ നല്ലത്. പിന്നെ ടെനൻറ്റിൻ്റെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് ഒരാളെ ഒഴിപ്പിക്കാൻ പറ്റുകയില്ല. ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. അയാൾ കേസ് കൊടുത്ത് മാത്രമേ ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ. ഇല്ലീഗലായിട്ട് എവിക്ഷൻ വരികയാണെങ്കിൽ അവർക്ക് ഇഞ്ചക്ഷൻ വാങ്ങി അവിടെ തുടരാനുള്ള അവകാശമുണ്ട്. വാടക കൊടുത്താൽ ഇല്ലെങ്കിലും ടെനൻ്റ് ആണെങ്കിൽ അയാൾക്ക് അവിടെ ഇരിക്കാം. വാടക കൊടുത്തില്ലെങ്കിൽ അത് കെട്ടിട ഉടമ പോയി ആ ഉത്തരവ് വാങ്ങി അയാളെ ഒഴിപ്പിക്കേണ്ടതാണ്. അല്ലാതെ വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾക്ക് ബലമായിട്ട് ഒരു ടെനൻറ്റിനെ ഒഴിപ്പിക്കാൻ പറ്റുകയില്ല. കൂട്ടിയിടാനോ അല്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യാനോ ഒന്നും പറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ ഈ ടെനൻറ്റിന് അതിൻ്റേതായ നിയമ നടപടികൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവർ നിങ്ങൾക്കത് തിരിച്ചു കിട്ടാനുള്ള അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് ടെനൻറ്റിന് ആണെങ്കിലും ലാൻഡ് ലോഡാണെങ്കിലും ടെനൻ്റാണെങ്കിലും ലാൻഡ് ലോഡാണെങ്കിലും നമ്മുടെ അവകാശങ്ങൾ മനസ്സിലാക്കി നിയമം അനുസരിച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ബലമായിട്ട് കെട്ടിടത്തിൽ കയറിയിട്ട് വലിയ കുരുക്കിൽ ചെന്നപ്പെട്ട കെട്ടിട ഉടമകളുണ്ട്. അതായത് അവർ ഇതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഈ ലാൻഡ് ലോഡിനെതിരെ ക്രിമിനൽ കേസും അങ്ങനെ ലാൻഡ് ലോഡ് അവസാനം ഈ കെട്ടിടം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടന്ന ഒരു മുറിയാണ്. അതാണ് എനിക്ക് നേരിട്ടുള്ളൊരു അനുഭവം. വളരെ ബുദ്ധിമുട്ടിയ അവസാനം കിട്ടിയില്ല മുറി. അദ്ദേഹം മരിക്കുന്നവരെ കിട്ടിയില്ല. അതായത് ഒരു റബ്ബർ കടയായിരുന്നു. ഈ 6 വർഷത്തോളമായിട്ട് പൂട്ടിയിട്ടിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, ഇങ്ങനെ ഞാനിത് പൊളിച്ച് കയറാൻ പോവാം. ഞാൻ പറഞ്ഞു പൊളിച്ച് കയറരുത് എന്ന് പറഞ്ഞാണ്. എന്നാൽ അവിടെ ഉള്ളൊരു പോലീസ് SI പറഞ്ഞു, ഒന്നും നോക്കണ്ട, പൊളിച്ച് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങേരിത് പൊളിച്ച് കയറി. അത് അറിഞ്ഞ പാടെ ഈ ടെനൻറ്റ് വന്ന് എൻ്റെ ലക്ഷക്കണക്കിന് രൂപയുടെ റബ്ബർ അതിനകത്തുണ്ടായിരുന്നു എന്നും പറഞ്ഞ് കേസ് കൊടുത്ത്, മോഷണത്തിന് കേസ്, അതിക്രമിച്ച് കയറിയതിന് കേസ്, ഇതെല്ലാം കൂടെ ആയിട്ട് അദ്ദേഹം മരിക്കുന്നത് വരെ ആ ക്രിമിനൽ കേസുമായിട്ട് നടന്നതല്ലാതെ അതിന് ലക്ഷക്കണക്കിന് രൂപ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ കെട്ടിടത്തിൻ്റെ വാല്യൂവേക്കായി കൂടിയ ഒരു തുകയ്ക്കാണ് അവർ കേസ് കൊടുത്തിരുന്നത്, ടെനൻറ്റ് കേസ് കൊടുത്തത്. അങ്ങനെ ഈ ലാൻഡ് ലോഡ്
വയസ്സുകാലത്ത് നന്നായിട്ട് ബുദ്ധിമുട്ടി മരിക്കുന്നത് വരെ ആ കെട്ടിടം തിരിച്ചു കിട്ടിയിട്ടില്ല. പിന്നെ ആ കേസ് എന്തായെന്ന് എനിക്കറിയത്തുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ നടപടികളിലേക്ക് പോകാതെ ഇരിക്കുക ആണ് എപ്പോഴും നല്ലത്. അദ്ദേഹം ഈ ചോദിച്ചിട്ടുണ്ട്, ഈ വാടക തന്ന ചെക്ക് തിരിച്ച് മടങ്ങി. അപ്പോൾ അതിനെന്ത് ചെയ്യാം? അതിന് ചെക്ക് മടങ്ങിയതിന് നിങ്ങൾക്ക് ക്രിമിനൽ കേസ് കൊടുക്കാം, 138 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച്. പക്ഷേ അതുകൊണ്ട് മാത്രം കെട്ടിടം ഒഴിയാനായിട്ട് വകുപ്പൊന്നുമില്ല. അത് വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി കേസിനകത്ത് ഹാജരാക്കാം. ഈ വാടക തരുന്നില്ല അത് വേണ്ടല്ലോ. വാടക തരുന്നുണ്ടെങ്കിൽ വേറെ റെക്കോർഡുണ്ടല്ലോ, അവരാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. വാടക തരുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ടെനൻറ്റിനാണ്. അത് ലാൻഡ് ലോഡ് റെസീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റുകയില്ല. റെസീറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ സെക്ഷൻ 9 അനുസരിച്ചും 10 അനുസരിച്ചും വാടകക്കാരന് മറ്റ് പ്രൊവിഷൻസ് ഉണ്ട്. വാടക കെട്ടിവെക്കാനോ അല്ലെങ്കിൽ അടയ്ക്കാതിരിക്കാനോ. അന്ന് അടച്ചില്ല, അതേ നിങ്ങൾ ചോദിച്ചു ഇതേ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് വെറുതെ കൊണ്ട് കൊടുത്തായിരുന്നു, റെസിപ്റ്റ് തന്നില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഒഴിവ് ടെനൻറ്റിന് പറയാൻ പറ്റുകയില്ല. നിങ്ങൾ ഇപ്പുറത്തെ ഈ ബൗൺസ് ചെയ്ത ചെക്കുണ്ട് എന്നുള്ളത് യാതൊരു ന്യായവുമല്ല. അതിന് ഈ കേസിനകത്ത് വലിയ പ്രസക്തി ഒന്നുമില്ല. വാടക തരുന്നില്ല എന്നുള്ളതിനൊരു അഡീഷണൽ തെളിവായിട്ട് കാണിക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്നേരം അതിന് വളരെ ടൈം വളരെ കറക്റ്റാണ്. 15 ദിവസത്തിനുള്ളിൽ നോട്ടീസ് അയക്കണം, 30 ദിവസത്തിനുള്ളിൽ കേസ് കൊടുക്കണം. ഇതെല്ലാം കറക്റ്റായിട്ട് ആ ഡേറ്റിനുള്ളിൽ ചെയ്താൽ മാത്രമേ ക്രിമിനൽ കേസ് നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബൗൺസ് ചെയ്ത് വന്ന ഉടനെ വക്കീലിനെ കോണ്ടാക്ട് ചെയ്യുക, നോട്ടീസ് അയക്കുക, കേസ് കൊടുക്കുക. അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ആ ഉത്തരവും കിട്ടുകയില്ല. അതിന് പിന്നെ രൂപ മേടിച്ച് തരാൻ അവിടെ വകുപ്പില്ല, അവിടെ ശിക്ഷിക്കുകയുള്ളൂ. ശിക്ഷിക്കുമ്പോൾ അതിനും ഈ റിയലൈസേഷൻ വേണമെങ്കിൽ സിവിൽ സൂട്ട് കൊടുക്കണം, അതിന് കോർട്ട് ഫീ അടയണം. കോർട്ട് ഫീ അടച്ചാൽ ഇയാൾ പാപ്പരാണെങ്കിൽ നിങ്ങൾക്ക് കോർട്ട് ഫീയും പോവും, ഒരു രൂപയും കിട്ടുകയില്ല. അതുകൊണ്ട് അയാൾക്ക് പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ വാടക ഈടാക്കാനുള്ള സിവിൽ സൂട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ കൊടുത്താൽ ഈ പോയ രൂപയുടെ കൂടെ കോർട്ട് ഫീയും കൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, ടെനൻ്റ് ആണെങ്കിലും ലാൻഡ് ലോഡ് ആണെങ്കിലും മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക. ടെനൻ്റ് ആണെങ്കിൽ നിങ്ങളെ ബലമായിട്ട് ഒഴിപ്പിക്കാൻ പറ്റുകയില്ലെന്ന് അറിഞ്ഞിരിക്കുക. ലാൻഡ് ലോഡ് ആണെങ്കിൽ അവരും ഇത് തന്നെ അറിഞ്ഞിരിക്കുക. ബലമായിട്ട് ഒഴിപ്പിക്കാൻ പോയാൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നും അറിഞ്ഞിരിക്കുക. അത് നോർമൽ എടുക്കുന്ന താമസത്തിനേക്കാൾ വലിയ നഷ്ടങ്ങൾ വന്ന് ഭവിക്കാം. അങ്ങനത്തെ ഒഴിപ്പിക്കലിനും ബലമായ നിയമം കയ്യിലെടുക്കാൻ പോയാൽ വലിയ നഷ്ടത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, റെന്റ് കൺട്രോൾ ബാധകമായിട്ടുള്ള സ്ഥലത്ത് റെന്റ് കൺട്രോൾ ആക്ട് അനുസരിച്ചും അല്ലാത്തടത്ത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ചും കേസ് കൊടുത്ത് മാത്രമേ ഒരു ടെനന്റിനെ ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ല വാടക കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ബലമായിട്ട് ഒഴിപ്പിക്കാൻ പറ്റുകയില്ല. പ്രോപ്പറായിട്ടുള്ള ഡീഡ് എഴുതുക. ആ ഡീഡ് കെട്ടിടോടമയ്ക്കാണ് കൂടുതൽ ആവശ്യം. അത് ഒരിക്കലും സ്റ്റാമ്പ്ഡ് പേപ്പർ കുറച്ച് വെച്ചിട്ട് എഴുതരുത്. എഴുതിയാൽ അത് പിന്നീട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യം വരും. ആവശ്യമില്ല, ഞങ്ങൾ എഴുതാൻ നേരത്തെ ഞങ്ങൾ ഒരു കുഴപ്പമില്ല, നല്ല പാർട്ടിയാണെന്നൊക്കെ പറയും. അവസാനം ഇത് പ്രശ്നത്തിലാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ അത്ര വിശ്വാസമാണെങ്കിൽ എഴുതാതെ കൊടുത്താൽ പോരെ. അവൻ എഴുതുന്നത് എന്തുകൊണ്ടാണ്? ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, അന്ന് ഇത് ഹാജരാക്കേണ്ടി വരും, എന്തെങ്കിലും തെളിവിലേക്ക് ഇത് ഹാജരാക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വാടകച്ചിട്ട് എഴുതുന്നത്. അതുകൊണ്ട് 200 എഴുതാതെ കറക്റ്റായിട്ട് 11 മാസമാണെങ്കിൽ 500 അതിന് മുകളിലാണെങ്കിൽ കമ്പൽസറി ആയിട്ട് രജിസ്റ്ററും ചെയ്ത് മാത്രമേ വാടകച്ചിട്ട് എഴുതാവുള്ളൂ. അല്ലാതെ എഴുതി ഈ വിലയില്ലാത്തൊരു സാധനം കൈ പിടിച്ചുകൊണ്ട്
യാതൊരു പ്രയോജനവുമില്ല. ആ 200 രൂപ പിന്നെ ഈ 300 രൂപ 3000 രൂപ അടച്ചാൽ ഇത് ഇപ്പോൾ ഇമ്പൗണ്ട് ചെയ്യാവുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും വെറുതെ 10,300 രൂപ നഷ്ടപ്പെടും 200 രൂപ പത്രത്തിൽ എഴുതിയാൽ. ആ 300 രൂപയും കൂടെ മുടക്കിയാൽ മതി, കറക്റ്റായിട്ടുള്ള പേപ്പറിൽ എഴുതാം. പക്ഷേ ഇതല്ല, ഒരു വർഷത്തിന് മുകളിലുള്ളതാണെങ്കിൽ അതിന് യാതൊരു വിലയുമില്ല. അതിന് ഈ 500 രൂപ പത്രത്തിൻ്റെ വില പോലും ആയിട്ട് എടുക്കാൻ പറ്റുകയില്ല എന്നാണ് ചില കോടതികൾ നിരീക്ഷിച്ചിരിക്കുന്നത്. ചില കോടതികൾ പറയും ഇതിൻ്റെ വാടകയാണ്, വാടക ചിട്ടാണ്, വാടക ഇത്രയാണെന്നൊക്കെ നോക്കാമെന്ന് ചില കോടതികൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോ കോടതിയുടെ ഓരോ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. റിസ്ക് എടുക്കാതെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എപ്പോഴും ഒരു നല്ല വക്കീലിൻ്റെ ഒരു സേവനം എടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ ടെനൻ്റ് വലിയ കമ്പനിയാണെങ്കിൽ ഞങ്ങളുടെ ഫോർമാറ്റ് ഇതാണ്, ഇതല്ലാതെ ഞങ്ങൾ എഴുതുകയില്ല, നിങ്ങൾ കെട്ടിടം കൊടുക്കണ്ട. നിങ്ങളുടെ കെട്ടിടം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഡീഡ് എടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് ഞാൻ പറയാമെങ്കിലും അത് നല്ലൊരു വക്കീലിനെ കാണിച്ച് അതിനകത്തെ കുഴപ്പമുള്ള ക്ലോസുകൾ എടുത്ത് കളഞ്ഞിട്ട് മാത്രമേ അവരുമായിട്ട് ഇടപെടാവൂ. അല്ലാതെ ഇടപെട്ടാൽ അത് പിന്നീട് നിങ്ങൾക്ക് ദോഷമായിട്ടിരിക്കും. അത് വലിയ കമ്പനികളും ബാങ്കുകളും ഒക്കെ വലിയ വലിയ കേസുകളിനകത്ത് വന്നിട്ടുണ്ട്. വലിയ കമ്പനി ആവുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ വലിയ കമ്പനികളുമായിട്ടൊക്കെ ഇടപെട്ടാൽ വലിയ കമ്പനികളുടെ ഒരു കുഴപ്പം, നിങ്ങൾ ഇടപെടുന്ന ജോലിക്കാർ നിങ്ങൾ ഇടപെട്ട് കഴിയുമ്പോൾ അവരെ ട്രാൻസ്ഫറായിട്ട് വേറെ പണിക്ക് പോകും, അല്ലെങ്കിൽ ആ കമ്പനിയിൽ തന്നെ വിട്ടുപോകും. അത് കഴിഞ്ഞിട്ട് വേറൊരുത്തനായിരിക്കും വരുന്നത്. ആ എഴുതിയിരിക്കുന്നത് മാത്രമേ അവർ നോക്കത്തുള്ളൂ. നിങ്ങൾ വർത്തമാനം പറഞ്ഞതൊന്നും ഈ ഒരിടത്തും കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഡീഡിനകത്ത് എഴുതുകയും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും ആ ഡീഡിൽ എഴുതാതെ സമ്മതിക്കാതിരിക്കുകയും നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ലീഗൽ അഡ്വൈസോട് കൂടി മാത്രം പോവുകയും ചെയ്യുക. കാരണം ഇതൊരു പ്രശ്നമാണ്. വാടകയ്ക്ക് കെട്ടിടം കൊടുക്കുക എന്ന് പറയുന്നത് കളിയല്ല, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അവിടെ നല്ല ആളാണോ നോക്കുക, നന്നായിട്ട് ഡീഡ് എഴുതുക. ഇത്രയൊക്കെ ചെയ്ത് പോയാൽ വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാം. അതല്ലാതെ പോയാൽ ബുദ്ധിമുട്ടായിത്തീരും. ഇന്ന് മറ്റാർക്കും വലിയ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പറയാനുള്ളതൊക്കെ ഏകദേശം പറഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്നത്തെ ലൈവ് സ്ട്രീം ഇവിടെ കൊണ്ട് നിർത്താം എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കും.